ആലമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ഇതിൽ ആരോഗ്യ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു എന്നാണ് വാർത്ത. സ്കൂളിൽ വിതരണം ചെയ്ത പാലിൻ്റെയും മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെയും സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ഇന്ന് ശേഖരിക്കും. ചികിത്സയിലുള്ള വിദ്യാർത്ഥികൾ ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് അറിയുന്നത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. എത്ര കുട്ടികളെ ഇത് ബാധിച്ചിരുന്നു? ഇപ്പോൾ കുട്ടികളുടെ അവസ്ഥ എന്താണ്? അവർ സുഖം പ്രാപിച്ചു വരികയാണോ? ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കാസർഗോഡ് നായന്മാർ മൂല ആലമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായിരുന്നു. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ പാല് വിതരണം ചെയ്തത്. ഇന്നലെ രാവിലെ തന്നെ സ്കൂളിൽ പാല് എത്തിച്ചിരുന്നു. 10 മണിയോടുകൂടി പാൽ എത്തിച്ചു. 3 മണിക്ക് ശേഷം പാല് വിതരണം ചെയ്തു എന്നാണ് നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്നും സ്കൂളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. രാത്രിയോടുകൂടി കുട്ടികൾക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയായിരുന്നു. ഛർദിലും വയറുവേദനയും തളർച്ചയുമൊക്കെയായി കുട്ടികൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും ചൈത്ര ആശുപത്രിയിലും EK നായനാർ ആശുപത്രിയിലേക്കും എത്തുന്നൊരു സാഹചര്യമുണ്ടായി. 35ഓളം കുട്ടികൾക്കാണ് ഇന്നലെ ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടത്. എന്തായാലും ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 8ഓളം കുട്ടികൾ ഇന്നലെ ആശുപത്രി വിട്ടിട്ടുണ്ട്. മറ്റുള്ള കുട്ടികളൊക്കെ തന്നെ വാർഡിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കുട്ടികൾക്കില്ല എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇന്നലെ തന്നെ പ്രത്യേക RRT സംഘമൊക്കെ നിയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ യോഗം ചേർന്നിരുന്നു. കൂടുതൽ ഡോക്ടർമാരെ ഈ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് നിയോഗിക്കുകയും ചെയ്തിരുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. ഇന്ന് 10 മണിയോടുകൂടി ഈ ഭക്ഷ്യവസ്തുക്കളുടെ സ്കൂളിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ പാൽ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുമുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. പാലിൽ നിന്ന് തന്നെയാണ് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റതെന്ന ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പുള്ളത്. താങ്ക് യു അരുൺ പാറയ്ക്കൽ. കുട്ടികൾ സുഖം പ്രാപിച്ചു വരുന്നതെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം.